പരിഷ്കരിച്ച +1 പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നൽകേണ്ട പരിശീലനം വൈകിയതിലും ഓൺലൈനാക്കിയതിലും പരാതിയുമായി അധ്യാപക സംഘടനകൾ രംഗത്ത്. അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് SCERT നിസ്സാരവൽക്കരിച്ചു എന്നാണ് ഉയരുന്ന പരാതി. ജൂൺ 2-നാണ് നിലവിൽ ഓൺലൈൻ പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. ഭാഷാവിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ഗാന്ധിയൻ പഠനം, ഹോം സയൻസ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ +1 വിഷയങ്ങളുടെ 41 പാഠപുസ്തകങ്ങളാണ് SCERTയുടെ നേതൃത്വത്തിൽ പരിഷ്കരിച്ചത്. 15 വർഷത്തിനു ശേഷമാണ് പാഠപുസ്തക പരിഷ്കരണമുണ്ടായത്. എന്നാൽ മാറുന്ന പുസ്തകങ്ങൾ സംബന്ധിച്ച് അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് SCERT നിസാരവൽക്കരിക്കുന്നതായാണ് നിലവിലുയരുന്ന പരാതി. പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ ഈ വരുന്ന ജൂൺ 2-ന് ഓൺലൈനായി മാത്രമാണ് അധ്യാപകർക്ക് പരിശീലനം ഒരുക്കിയതെന്നാണ് നിലവിലുയരുന്ന വിവാദം. LDF സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പാഠപുസ്തകം മാറ്റാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പെത്തിയതോടെ ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ വൈകിപ്പിച്ചതായി ആരോപണമുണ്ട്. ഇതോടെ അവധിക്കാലത്ത് നടത്തേണ്ട പരിശീലനം സ്കൂൾ തുറന്ന ശേഷം ഓൺലൈനായി നടത്തേണ്ട അവസ്ഥയായി. ഇതിനെതിരെ ഹയർ സെക്കൻഡറി അധ്യാപകർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. വേണ്ടത്ര ഗൗരവത്തോടുകൂടി അക്കാദമിക മേഖലയെ ഇവർ സമീപിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ പാഠപുസ്തകം വരുമ്പോൾ ആ പുതിയ പാഠപുസ്തകം എന്താണെന്നും അതിനോട് സമീപനം എന്താണെന്നും ആ പുസ്തകം ഏത് തരത്തിലാണ് ട്രാൻസാക്ട് ചെയ്യപ്പെടേണ്ടതെന്നും അതിൻ്റെ ഇവാലുവേഷൻ ഏതൊക്കെ രീതികളിലായിരിക്കും എന്നുള്ളതടക്കമുള്ള ധാരണ അധ്യാപകർക്ക് കിട്ടുക ഈ പരിശീലന പരിപാടികൾ കൂടിയാണ്. ഇത് കേവലമായ ഓൺലൈൻ പരിപാടിയായി കാട്ടിക്കൂട്ടൽ നടത്തുമ്പോൾ അത്യന്തികമായി ഇതിൻ്റെ ഇരകളായിട്ട് മാറുക കേരളത്തിൻ്റെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹമാണ്. ഹയർ സെക്കൻഡറിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ പുസ്തകം മാറുമ്പോൾ അധ്യാപകർക്ക് നൽകുന്ന ട്രെയിനിംഗ് ഓൺലൈനായി നടത്തിയിട്ടില്ല. ഓൺലൈൻ ട്രെയിനിങ്ങിൽ അധ്യാപകർ കൃത്യമായി പങ്കെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും കഴിയില്ല. മുൻ സർക്കാർ രാഷ്ട്രീയം നോക്കി നിയമിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും SCERTയിൽ തുടരുന്നതെന്നും ഇവരാണ് ഇത്തരം വീഴ്ചയ്ക്ക് പിന്നിലെന്നും ഭരണപക്ഷ അനുകൂല അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്.